വന്യജീവി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സഫാരി രാജ്യമെങ്ങും വലിയ ചർച്ചയാണിപ്പോൾ. ഗിർ വനത്തിലൂടെ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചതും വന്യജീവികളോടൊത്ത് ഇടപഴകിയതുമെല്ലാം മൃഗസ്നേഹികളുടെ മനസ്സ് കവർന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സന്ദർശിച്ചതോടെ വൻതാര എന്ന വന്യജീവി രക്ഷാ പുനരധിവാസ സംരക്ഷണ കേന്ദ്രവും ചർച്ചയാവുകയാണ്. ഏതാണ് മോദി ഉദ്ഘാടനം നിർവഹിച്ച വൻതാര എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത്. സിംഹക്കുഞ്ഞുങ്ങളെയും കടുവക്കുഞ്ഞുങ്ങളെയും മടിയിലിരുത്തി പാലൂട്ടി ഓമനിക്കുന്ന നരേന്ദ്രമോദിയുടെ വീഡിയോകളും അപൂർവ സ്പീഷീസിൽ ഉൾപ്പെട്ട ജീവികളെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ആളുകളിൽ ഒരേ സമയം കൗതുകവും അത്ഭുതവും ഉണർത്തിയിരിക്കുകയാണ്. ഇതോടെ വൻതാര സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് സെർച്ചുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് റിലയൻസ് മേധാവി മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ സമയത്താണ് ആദ്യമായി വൻതാര എന്ന പേര് ഉയർന്നു കേട്ടത്. മകൻ ആനന്ദ് അംബാനിയുടെയും പങ്കാളി രാധിക മെർച്ചന്റെയും സ്വപ്ന പദ്ധതിയായിരുന്നു വൻതാര. ഇന്ത്യയിലെയും വിദേശത്തെയും പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതും ഭീഷണി നേരിടുന്നതുമായ മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം, ചികിത്സ, പരിചരണം, പുനരധിവാസം എന്നിവയെല്ലാം ഏറ്റെടുക്കുന്ന സമഗ്രമായ ഒരു പദ്ധതിയാണ് റിലയൻസ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ച വൻ നക്ഷത്ര എന്ന അർത്ഥം വരുന്ന വൻതാര പ്രൊജക്ട്. സംഭവം എന്തായാലും നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തോടെ വൻതാര വീണ്ടും ചർച്ചയാകുകയാണ്.